നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പെരുമഴ. മഴക്കെടുതിയിൽ 4 മരണം. എറണാകുളത്തും കോട്ടയത്തും റെഡ് അലർട്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കനത്ത മഴയ്ക്ക് സാധ്യത. കോട്ടയം ഭരണങ്ങാനത്ത് ഉരുൾപൊട്ടി 7 വീടുകൾ തകർന്നു. ഇടുക്കിയിലും കോട്ടയത്തും മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം. കാലവർഷം കേരള തീരത്തേക്ക്. അസാധാരണ മഴയിൽ മുങ്ങി കൊച്ചി നഗരം. 2.5 മണിക്കൂറിനിടെ പെയ്തത് 150 മില്ലിമീറ്റർ മഴ. ലഘുമേഘ വിസ്ഫോടനമെന്ന് വിദഗ്ധർ. വെള്ളക്കെട്ടിലും ഗതാഗത കുരുക്കിലും വലഞ്ഞു ജനം. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. സംസ്ഥാനത്ത് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയുണ്ടായെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിഷയത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും കുറെ കൂടി ഗൗരവം കാണിക്കണമെന്നും മന്ത്രി കെ രാജൻ. കൊല്ലത്ത് കനത്ത മഴയിൽ മരുത്തടി, ശക്തികുളങ്ങര, മങ്ങാട് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. MC റോഡിൽ നിലമേലിലും വാളകത്തും വെള്ളക്കെട്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊട്ടിയം, ചാത്തന്നൂർ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശാസ്താംകോട്ട ചവറ സംസ്ഥാന പാതയിലെ ആദിക്കാട്ടുമുക്കിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് സ്കൂൾ ബസിന് മുകളിൽ മരം ഒടിഞ്ഞു വീണു. കോട്ടൺ ഹിൽ സ്കൂളിലെ ബസിന് മുകളിലേക്കാണ് മരം വീണത്. കുട്ടികളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തിരുവനന്തപുരം വിളവൂർക്കലിൽ ശക്തമായ മഴയെ തുടർന്ന് വീട് തകർന്നു. മൂലമൺ വാർഡിലെ ഗോപിനാഥന്റെ വീടാണ് തകർന്നത്. ആളപായമില്ല. കാസർഗോഡ് കിണറിൽ വീണ യുവാവ് മരിച്ചു. ആദൂർ നെട്ടണികെ സ്വദേശി സതീശനാണ് മരിച്ചത്. അയൽവാസിയുടെ കിണറിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കയറിന്റെ പിടിവിട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കണ്ണമാലി സൗദി പള്ളിക്ക് സമീപം വള്ളം മുങ്ങി. എല്ലാവരെയും രക്ഷപ്പെടുത്തി. ഫോർട്ട് കൊച്ചിയിൽ വള്ളം മറിഞ്ഞ് കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മുതലപ്പുഴയിൽ വീണ്ടും അപകടം. വള്ളം മറിഞ്ഞ് മത്സ്യബന്ധന തൊഴിലാളി മരിച്ചു. ദാരുണാന്ത്യം അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമിന്. 3 പേരെ രക്ഷപ്പെടുത്തി. മുതലപ്പുഴയിൽ ഇന്ന് മാത്രമുണ്ടായത് 2 അപകടങ്ങൾ. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെതിരെ വ്യാജ പരാതി ചമച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ സംരക്ഷിച്ചു വനം വകുപ്പ്. തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി കണ്ണിൽ പൊടിയിടാൻ നീക്കം. ജാക്സൺ ഫ്രാൻസിസിനെ പിന്തുണച്ച് CCF. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ CI ഹെൻറിക് ഗ്രോമിക്കിനെ വെള്ളപൂശി SP-യുടെ റിപ്പോർട്ട് തള്ളി സോൺ IG സേതുരാമൻ. റൂബിന് ഐക്യദാർഢ്യവുമായി ടീം 24. തിരുവനന്തപുരം കല്ലറയിൽ പട്ടാപ്പകൽ നടുറോഡിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം. വഴി ചോദിച്ച സ്ത്രീകളുടെ കാറിൽ 2 അംഗ സംഘം അതിക്രമിച്ചു കയറി. 18-കാരിയുടെ ശരീരത്തിൽ കയറി പിടിച്ചെന്നും വീഡിയോ എടുത്തെന്നും പരാതി. പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത് ബഹളം കേട്ടെത്തിയ നാട്ടുകാർ. ലൈംഗികാധിക്ഷേപത്തിന് കേസെടുത്ത് പാങ്ങോട് പോലീസ്. ഗുണ്ടാ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ക്രൈംബ്രാഞ്ച് DYSP MG സാബുവിന് സസ്പെൻഷൻ. പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന ഉത്തരവിൽ പരാമർശം. തമ്മനം ഫൈസലും DYSPയും തമ്മിൽ ബിസിനസ് ബന്ധമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം മാറ്റി. പോലീസ് ഗുണ്ടാ ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് ഗുണ്ടകളും ലഹരി മാഫിയയും അഴിഞ്ഞാടുന്നു. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ലെന്നും കുറ്റപ്പെടുത്തൽ. പോലീസിനെതിരെ സമസ്ത മുഖപത്രം. പോലീസിന് വേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന തലക്കെട്ടോടെ സുപ്രഭാതം പത്രത്തിൽ എഡിറ്റോറിയൽ. പോലീസിലെ ഒരു വിഭാഗം സേനയുടെ ആത്മവീര്യം ഊറ്റിക്കളയുന്നുവെന്നും മുഖപ്രസംഗത്തിൽ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനം. ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടരും. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷാരോപണം തള്ളി പ്രധാനമന്ത്രി. ജൂൺ 4-ന് രാജ്യത്ത് പുതിയ കാലഘട്ടം തുടങ്ങുമെന്നും നരേന്ദ്രമോദി. ശനിയാഴ്ച ചേരുന്ന ഇന്ത്യ സഖ്യയോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തേക്കില്ല. കെട്ടിട നിർമ്മാണ ഫണ്ടിനെന്ന പേരിൽ ബാർ ഉടമകളുടെ സംഘടന പിരിച്ച തുകയുടെ വിശദാംശങ്ങൾ പുറത്ത്. 472 പേരിൽ നിന്ന് സമാഹരിച്ചത് 4.5 കോടിയോളം രൂപ. പിരിച്ചത് 1 ലക്ഷം രൂപ വീതം. സംഘടനാ നേതാവ് അനിമോന്റെ ശബ്ദ സന്ദേശം തള്ളി സ്പൈസ് ഗ്രോവ് ബാർ ഉടമ. പണം നൽകിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. മുതലപ്പുഴയിലെ അപകട പരമ്പരയ്ക്ക് കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമെന്ന റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിന് വിമർശനം. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് കമ്മീഷൻ തുടർ നടപടികൾക്ക് സർക്കാരിനോട് ശുപാർശ ചെയ്യും.
മൂന്നാറിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിനെ അലംഭാവമെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ചും വിജിലൻസും ഫലപ്രദമല്ല. ഇങ്ങനെയെങ്കിൽ CBIയെ വിളിക്കേണ്ടി വരുമെന്നും ഹൈക്കോടതിയുടെ പരാമർശം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ മുഖ്യപ്രതി രാഹുൽ P. ഗോപാലിന്റെ മാതാവിനും സഹോദരിക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു. മാതാവ് ഉഷാകുമാരി, സഹോദരി കാർത്തിക എന്നിവർക്കാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ 2ഉം 3ഉം പ്രതികളാണ് ഇരുവരും. കോഴിക്കോട് താമരശ്ശേരിയിൽ KSRTC ഡ്രൈവർക്ക് നേരെ ആക്രമണം. സീറ്റില്ലാത്തതിനാൽ യാത്രക്കാരനെ മടക്കി അയച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. 5-അംഗ സംഘം മർദ്ദിച്ചെന്ന് ബസ് ജീവനക്കാരുടെ പരാതി. ഒരു യാത്രക്കാരനും പരിക്കേറ്റു. KSRTC കണ്ടക്ടർമാർക്ക് നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി. രാത്രി 8 മണിക്ക് ശേഷം വനിതകളെയും കുട്ടികളെയും പറയുന്ന സ്ഥലത്ത് ഇറക്കണമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. ഫേസ്ബുക്കിലൂടെ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന പേരിൽ ഗതാഗത മന്ത്രി അപ്ലോഡ് ചെയ്യുന്ന പുതിയ എപ്പിസോഡിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം മുണ്ടൻവേലിയിൽ അനുവദിച്ച ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കുന്നുവെന്ന് പരാതി. P&T കോളനി നിവാസികൾക്ക് അനുവദിച്ച ഫ്ളാറ്റുകളാണ് മഴയിൽ ചോർന്നൊലിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഉപാധികളിൽ ഒത്തുതീർപ്പായെന്ന മന്ത്രിയുടെ വാദം വസ്തുതാവിരുദ്ധമാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. 40 പേർക്ക് മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ. 90 വയസ്സുള്ള വൃദ്ധമാതാവിനെ മകൻ മർദ്ദിച്ചതായി പരാതി. പറവൂർ തോന്നിയകാവ് സ്വദേശി തങ്കമ്മയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കേസെടുത്ത പറവൂർ പോലീസ്. സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധി പരിഹരിച്ചു. സർക്കാരും നഴ്സിംഗ് മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പരിഹാരമുണ്ടായത്. ഇത്തവണയും ഏകജാലകം വഴി പ്രവേശനം നടത്തും. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി സെക്യൂരിറ്റി കരാറെടുത്ത സ്ഥാപന ഉടമകൾ ആത്മഹത്യയുടെ വക്കിൽ. 1.5 മാസത്തെ കരാറിൽ ASR സെക്യൂരിറ്റി ഏജൻസിക്ക് സംഘാടകർ നൽകാനുള്ളത് 57 ലക്ഷം രൂപ. പ്രതിഫലം കിട്ടാതെ വന്നതോടെ വീട് ജപ്തി ഭീഷണിയിലെന്ന് ഉടമ ശങ്കർലാൽ 24നോട് 24 അന്വേഷണ പരമ്പര തുടരുന്നു. ശാസ്ത്രീയ തട്ടിപ്പ്. സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമില്ലാത്തവരെ നീക്കാൻ യൂത്ത് കോൺഗ്രസിൽ നടപടി തുടങ്ങി. 7 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർക്ക് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംസ്ഥാന പ്രസിഡന്റ് വിരുദ്ധപക്ഷക്കാർക്കാണ് നോട്ടീസ് ലഭിച്ചത്. യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുന്നില്ലെന്ന് കാണിച്ചാണ് നോട്ടീസ്. രാജ്യസഭാ സീറ്റിൽ ഇത്തവണ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ജൂൺ 4 ശേഷം തീരുമാനമുണ്ടാവുകയെന്നും സാദിഖ് അലി തങ്ങൾ. പാണക്കാട് കുടുംബമെന്ന നേതൃത്വത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നേതൃത്വം നൽകാൻ പാണക്കാട് കുടുംബത്തിന് മാത്രമേ സാധിക്കൂ. ശിഥിലീകരണം ആഗ്രഹിക്കുന്നവരാണ് ഐക്യത്തിന് തുരങ്കം വെക്കുന്നതെന്നും ഐക്യം നിലനിർത്താൻ പാണക്കാട് കുടുംബത്തിന് കോട്ടം വരാൻ പാടില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസ് ഡയറി CBI ഹൈക്കോടതിയിൽ ഹാജരാക്കി. കേസ് ഡയറി പരിശോധിച്ച ശേഷം പ്രതികളുടെ ജാമ്യ ഹർജികളിന്മേൽ ഹൈക്കോടതി വിധി പറയും. പെരിയാറിൽ വീണ്ടും മീനുകൾ ചത്തുപൊങ്ങി. ചൂർണിക്കര ഇടമുള പാലത്തിന് സമീപത്താണ് മീനുകൾ ചത്തുപൊങ്ങിയത്. SSLC മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്തുന്നതിൽ വിദ്യാഭ്യാസ കോൺക്ലേവിൽ എതിർപ്പറിയിച്ച ഇടതു സംഘടനകൾ. മിനിമം മാർക്ക് രീതി നടപ്പിലാക്കരുതെന്ന് KSTA. മാറ്റത്തെ എതിർത്ത് SFIയും രംഗത്ത്. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു അപകടം. 13 പേർക്ക് പരിക്ക്. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. എറണാകുളം അമ്പലമുകൾ ഏറ്റിക്കരയിൽ കാർ പാടത്തേക്ക് വീണ അപകടം. കാറിലുണ്ടായിരുന്ന മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നേതൃത്വ പരിശീലന ക്യാമ്പിൽ സംഘർഷമുണ്ടായത് അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ച് KSU. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് കമ്മിറ്റിയിലുള്ളത്. ജൂൺ 2 മുമ്പ് പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. സംവിധായകൻ ഓമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ്. യുവനടിയുടെ പരാതിയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് നടി മൊഴി നൽകി. വൈക്കം വേമ്പനാട്ടുകായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചെമ്പ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത്.
പൂനെയിൽ മദ്യലഹരിയിൽ 17കാരൻ രണ്ടുപേരെ കാറിടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഡോക്ടേഴ്സിനെതിരെ നടപടി. പ്രതിയുടെ രക്തസാമ്പിളിൽ തിരിമറി നടത്തിയ ഡോക്ടർമാർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് നടുവണ്ണൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ 2 പേർ പിടിയിൽ. കോഴിക്കോട് വാകയാട് സ്വദേശി AP സുബിൻ ദാസ്, എറണാകുളം സ്വദേശി VJ മേരി എന്നിവരാണ് പിടിയിലായത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ രാപ്പകൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. നിപ പ്രതിരോധത്തിന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സെപ്റ്റംബർ വരെ നിപ പ്രതിരോധം ശക്തമാക്കും. മൃഗസംരക്ഷണ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം. കോഴിക്കോട് വയനാട് ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും യോഗത്തിൽ നിർദ്ദേശം. കോഴിക്കോട് ഉമ്മത്തൂരിലും പാറക്കടവിലും തെരുവുനായ ആക്രമണം. 8 വയസ്സുകാരി ഉൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. ഉമ്മത്തൂർ സ്വദേശിനി ദിഖ്ര, പാറക്കടവ് സ്വദേശിനി ചന്ദ്രി എന്നിവർക്കാണ് കടിയേറ്റത്. സംസ്ഥാനത്തെ +1 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിൽ ഫലമറിയാം. പരീക്ഷ എഴുതിയത് 4,14,159 പേർ. പാലക്കാട് വൃദ്ധയെ തള്ളിയിട്ട് മാല കവർന്ന പ്രതി പിടിയിൽ. പിടിയിലായത് മലപ്പുറം സ്വദേശി യൂസുഫ്. കുത്തന്നൂർ സ്വദേശി അമ്മണിയമ്മയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടമായത്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ തിരുവനന്തപുരം വർക്കല പാപനാശത്ത് ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു. കുന്നിന്റെ ഭാഗമടർന്ന് വലിയ കല്ലുകൾ താഴേക്ക് പതിച്ചു. തിരക്കില്ലാത്ത സമയമായതിനാൽ വൻ ദുരന്തമൊഴിവായി. എറണാകുളം വേങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു. മരിച്ചത് ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദൂസ്. എറണാകുളം നെട്ടൂർ ജുമാ മസ്ജിദിന്റെ മുന്നിലെ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. അപകട സമയം ആളുകളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തു. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 50 വയസ്സുകാരനെ 40 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശി മുഹമ്മദ് മുസ്തഫയെയാണ് പെരിന്തൽമണ്ണ അതിവേഗ കോടതി ശിക്ഷിച്ചത്. മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ യുവാവ് ഹൈക്കോടതിയിലേക്ക്. ജയിലിൽ കിടക്കേണ്ടി വന്ന ആലുങ്ങൽ അബൂബക്കറാണ് കോടതിയെ സമീപിക്കുന്നത്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം. കോന്നി എലിമുള്ളും പ്ലാക്കൽ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അവാർഡ് വിതരണവും കുട്ടികളുടെ കലാപ്രകടനങ്ങളും നടന്നു. കോന്നി DFO ആയുഷ് കുമാർ കോറി IFS ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും വിദ്യാർത്ഥി സമ്മേളനവും നടന്നു. കല്ലുപാറ ഗ്രാമപഞ്ചായത്ത് അംഗം AB മേക്കരങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ മരിച്ചു. കുറവങ്ങാട് സ്വദേശിയായ വേണുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പ്രധാന അറിയിപ്പുകൾ. +1 പ്രവേശനത്തിന് മുന്നോടിയായുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ. കാൻഡിഡേറ്റ് ലോഗിനിലൂടെ പ്രവേശന സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും. എറണാകുളം സെയിന്റ് ആൽബർട്ട് കോളേജിൽ 2024-25 വർഷത്തെ ഡിഗ്രി PG കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ. ദേശീയ വാർത്തകൾ. ഡൽഹി വാരാണസി ഇൻഡിഗോ വിമാനത്തിൽ ബോംബ് ഭീഷണി. വിമാനത്തിൽ നിന്നുള്ള യാത്രക്കാരെ ഒഴിപ്പിച്ച് വിമാനം കൂടുതൽ പരിശോധനയ്ക്കായി വിമാനത്താവളത്തിലെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി. മിസോറാമിൽ കനത്ത മഴയെ തുടർന്ന് ക്വാറി തകർന്ന അപകടം. 27 പേർ മരിച്ചു. ഐസ്വാളിലെ ഗ്രാമത്തിലെ ക്വാറിയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. മുംബൈയിലെ വിമാനത്താവളവും താജ് ഹോട്ടലും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി. മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ഫോൺ സന്ദേശം എത്തിയത്. 2 സ്ഥലങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല. അസമിൽ കനത്ത മഴയിൽ 1 മരണം, 17 പേർക്ക് പരിക്ക്. ഹഫ്ലോങ് സിൽച്ച റോഡ് ഒലിച്ചുപോയി. സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാർധാം യാത്രയിലെ അനിയന്ത്രിത തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷാ നടപടികളുമായി ഉത്തരാഖണ്ഡ് സർക്കാർ. ഗതാഗത സൗകര്യം, ആരോഗ്യ സുരക്ഷ എന്നിവയ്ക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ജമ്മുകശ്മീരിലെ സാംബയിൽ സ്ഫോടനം, 3 പേർക്ക് ഗുരുതര പരിക്ക്. വയലിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനിടെ മോട്ടോർ ഷെല്ല് പൊട്ടിത്തെറിക്കുകയായിരുന്നു.
മുംബൈ ധാരാവിയിൽ വൻ തീപിടുത്തം 6 പേർക്ക് പൊള്ളലേറ്റു. തീപിടിച്ചത് വ്യാവസായിക കോമ്പൗണ്ടിൽ. ഉത്തരാഖണ്ഡിൽ ഭൂചലനം 3.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. കാൺപൂരിൽ തെരുവുനായ ആക്രമണത്തിൽ പെൺകുട്ടി മരിച്ചു. പ്രദേശത്തെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മയക്കുമരുന്ന് വേട്ട. 200 ഗ്രാം ഹെറോയിനുമായി ഒരാൾ BSFന്റെ പിടിയിൽ. രാജ്യാന്തര വാർത്തകൾ. യുക്രൈനിലെ തെക്കൻ മൈക്കോളായു മേഖലയിൽ റഷ്യൻ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്ക്. അമേരിക്കയിലെ സഡർ പ്ലെയിൻസിലും ഓസാർക്കിലും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. 21 മരണം. കെന്റക്കിയിൽ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഫിലിപ്പീൻസിൽ ശക്തമായ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റിൽ വ്യാപക നാശനഷ്ടം. 7 മരണം. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ചൈന. ചൈനീസ് സൈനിക വിമാനങ്ങളും കപ്പലുകളും രാജ്യാതിർത്തിയിൽ എത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാനിലെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ചിക്കാഗോയിലെ ഓഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിൽ തീപിടുത്തം. വിമാനം പറന്നുയരുന്നതിനിടെ എഞ്ചിനിൽ തീപിടിക്കുകയായിരുന്നു. ആളപായമില്ല. ശക്തമായ മണ്ണിടിച്ചിലുണ്ടായ പാപ്പുവ ന്യൂഗിനിയയ്ക്ക് സഹായ വാഗ്ദാനവുമായി ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും. മണ്ണിടിച്ചിലിൽ 2000-ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. ഉത്തര കൊറിയയുടെ പുതിയ സൈനിക നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. വിക്ഷേപണത്തിനിടെ റോക്കറ്റ് എഞ്ചിൻ പൊട്ടിത്തെറിച്ചതാണ് തിരിച്ചടിയായത്. ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ US കപ്പലായ ലാറെഗോ ഡെസേർട്ടിനും ഇസ്രയേൽ കപ്പലായ MSC മെച്ചിലിനും നേരെയായിരുന്നു ഡ്രോൺ ആക്രമണം. ബിസിനസ് വാർത്തകൾ. തുടർച്ചയായ 2ാം ദിവസവും സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഗ്രാമിന് 6685 രൂപയിലും പവന് 53,480 രൂപയിലുമാണ് വ്യാപാരം. ICICI ബാങ്കിന് 1 കോടി രൂപ പിഴയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നടപടി വായ്പകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര ബാങ്ക് ചട്ടങ്ങൾ പാലിക്കാത്തതിനാൽ. ഉപഭോക്തൃ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങൾക്ക് യെസ് ബാങ്കിന് 91 ലക്ഷം രൂപയും പിഴ ഈടാക്കി. രാജ്യത്ത് തേർഡ് പാർട്ടി ഇടപാട് മോഡലിന് റിസർവ് ബാങ്കിന്റെ അനുമതി തേടി യൂറോപ്യൻ ബാങ്കുകൾ. നിർദ്ദിഷ്ട മോഡലിനായി RBI അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. നീക്കം ഒക്ടോബറിൽ CCIL അംഗീകാരം റദ്ദായതോടെ സർക്കാർ ബോണ്ടുകളുടെ വ്യാപാരത്തിന് പ്രതിസന്ധി നേരിട്ടതിനെ തുടർന്ന്. രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഇ-കൊമേഴ്സ് മേഖലയിൽ പ്രവേശനം ഉറപ്പിക്കാൻ അദാനി ഗ്രൂപ്പ്. അദാനി വൺ എന്ന ഉപഭോക്തൃ ആപ്പിലൂടെ സേവനങ്ങൾ സജ്ജമാക്കും. ഗൂഗിളുമായി റിലയൻസ് ഇൻഡസ്ട്രീസുമായുള്ള മത്സരിക്കാനുള്ള നീക്കത്തിലാണ് അദാനി ഗ്രൂപ്പ്. രാജ്യത്തെ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് അഗ്നികുൽ ആദ്യ റോക്കറ്റ് വിക്ഷേപണം മാറ്റിവെച്ചു. വിക്ഷേപണം മാറ്റുന്നത് 4ാം തവണ. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കുന്ന 2ാമത്തെ റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിയത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം. നോക്കാം കായിക വാർത്തകൾ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിന് ഇന്ന് ആദ്യ റൗണ്ട് പോരാട്ടം. രാത്രി 11:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രഞ്ച് താരമാണ് എതിരാളി. ഇന്ത്യൻ പരിശീലക സ്ഥാനത്തിനായി വന്നത് 3000-ലധികം അപേക്ഷകൾ. നരേന്ദ്രമോദി, അമിത്ഷാ, സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി തുടങ്ങിയവരുടെ പേരിലുള്ള വ്യാജ അപേക്ഷകളും കൂട്ടത്തിൽ. സൗദി പ്രോ ലീഗിലെ ഗോൾ വേട്ടയിൽ റെക്കോർഡിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം. അൽ നസർ താരമായ റൊണാൾഡോ നേടിയത് 35 ഗോൾ. 2020 ലോകകപ്പിനായി മലയാളി താരം സഞ്ജു സാംസൺ അമേരിക്കയിലെത്തി. സഞ്ജു തന്നെയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിവരം പുറത്തുവിട്ടത്. ആദ്യമായാണ് സഞ്ജു ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്നത്. IPL-ലെ മികച്ച പ്രകടനത്തിലൂടെ ലോകകപ്പിൽ കളിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഞ്ജു. അമേരിക്കയിലെ മേജർ ലീഗ് ക്രിക്കറ്റിന് ലിസ്റ്റ് A സ്റ്റാറ്റസ്. ഔദ്യോഗിക 2020 ലീഗുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ICC അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലിസ്റ്റ് A പദവി കിട്ടുന്ന 2ാം ലീഗാണ് MLC. യൂറോ കപ്പിനുള്ള ബെൽജിയത്തിന്റെ പ്രാഥമിക ടീമിനെ പ്രഖ്യാപിച്ചു. ഗോൾ കീപ്പർ തിബോ കോർട്ടോയ്ക്ക് ടീമിൽ ഇടമില്ല. കെവിൻ ഡിബ്രൂയിനും
റൊമേലു ലുക്കാക്കുവും ടീമിൽ ഇടം പിടിച്ചു. സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന തിയേറ്റർ എ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. റിമ കല്ലിങ്കലാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ചൈനയുടെ ചാങ് 6 ചാന്ദ്രപേടകം വഹിച്ച ഉപഗ്രഹം പകർത്തിയ ദൃശ്യങ്ങളെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. US ബഹിരാകാശ ഏജൻസിയായ നാസ പകർത്തിയ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നാളെ. നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക്. 12 കോടിയാണ് ഒന്നാം സമ്മാനം. തിരുവനന്തപുരം സഹകരണ പരിശീലന കേന്ദ്രത്തിൽ 2024-25 വർഷത്തിലെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സ്പോട്ട് അഡ്മിഷൻ നാളെ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഉറുദു ഇസ്ലാമിക് ഹിസ്റ്ററി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. തൃപ്പൂണിത്തുറ സർക്കാർ സംസ്കൃത കോളേജിൽ സംസ്കൃതം, സാഹിത്യം, ജ്യോതിഷം വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും ബെൽജിയൻ പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡി ക്രോയും. കരാർ പ്രകാരം യുക്രൈന് 30 F-16 യുദ്ധവിമാനങ്ങൾ ബെൽജിയം കൈമാറും. സൈനിക സഹായമായി 977 ദശലക്ഷം യൂറോയും നൽകാൻ തീരുമാനം. ശക്തമായ മണ്ണിടിച്ചിലുണ്ടായ പാപ്പുവ ന്യൂഗിനിയയ്ക്ക് സഹായ വാഗ്ദാനവുമായി ഇന്ത്യ. $1 മില്യൺ അടിയന്തര ദുരിതാശ്വാസ സഹായം പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിൽ 2000-ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.